2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളൊക്കെ മിക്ക പാർട്ടികളും അണിയറയിൽ തുടങ്ങി വച്ചിരിക്കുകയാണ്. അതിൻ്റെ പിന്നാമ്പുറ വർത്തമാനങ്ങളിൽ നിന്നൊക്കെ പല കാര്യങ്ങളും പ്രകടമായി തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു പ്രധാന ചോദ്യമെന്ന് പറയുന്നത് 2026 UDF കൈവിട്ടാലുള്ള സ്ഥിതിയെപ്പറ്റി ആലോചിക്കണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരണമില്ലാത്തത് കൊണ്ട് UDF ചെറു ഘടക കക്ഷികൾ, തൃശ്ശൂർ പൂരത്തിലെ ചെറു ഘടകപൂരങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ ചെറു ഘടക കക്ഷികളുണ്ട്, ഒറ്റയാൾ പട്ടാളമായിട്ടൊക്കെ നിൽക്കുന്ന. അവരുടെയൊക്കെ നിലനിൽപ്പ് അപകടത്തിലാവും. അവർ ചിലപ്പോൾ വേറെ വഴി തേടിപ്പോയി എന്നും തന്നെ വരാം. ഈ മുങ്ങിച്ചാവാൻ തുടങ്ങുമ്പോൾ കച്ചിത്തുരുമ്പാണോ കയറാണോ എന്നൊന്നും നോക്കാറില്ല, കിട്ടുന്ന അതിലങ്ങ് കയറി പിടിമുറുക്കുമെന്നുള്ളതാണ്. അങ്ങനെ പിടിമുറുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന നിരവധി ഘടകകക്ഷികൾ UDF അകത്തുണ്ടെന്നുള്ളതാണ്. LDF സംബന്ധിച്ചിടത്തോളം അവിടെ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ആരാ നയിക്കേണ്ടത് എന്നുള്ളത് വരെ അവർ പാർട്ടി കോൺഗ്രസിലും സംസ്ഥാന സമ്മേളനത്തിലും ഒക്കെ തീർച്ചപ്പെടുത്തി കഴിഞ്ഞു. അത് കപ്പിത്താൻ കാരണഭൂതൻ തന്നെ ആണെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അക്കാര്യത്തിൽ പ്രായപരിധിയിൽ ഇളവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2026 ജയിച്ചു കഴിഞ്ഞാൽ കാരണഭൂതൻ തന്നെ മൂന്നാമതും അധികാരത്തിൽ വരും. ഹാട്രിക് വിജയമായിരിക്കും നേടാൻ പോകുന്നത്. UDF സ്ഥിതി അന്നേരം ഒന്ന് ആലോചിച്ച് നോക്ക്. തകർന്ന് തരിപ്പണമായി 8 നിലയിൽ പൊട്ടുക, കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പല വഴികളിലൂടെ പോവുക. ഈ വൃക്ഷത്തിൽ ഫലമുണ്ടെങ്കിലല്ലേ കിളികളൊക്കെ ഉണ്ടാവുകയുള്ളൂ, അതിലല്ലേ കല്ലേറ് വരികയുള്ളൂ. ഫലമില്ലെങ്കിലോ എല്ലാവരും വിട്ടുപോകും. എന്ന് പറഞ്ഞതുപോലെ ഘടകകക്ഷികൾ ഒന്നൊന്നായി വിട്ടുപോകാൻ പോകുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ UDF ചെറിയ ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് ജോസഫ്, കേരള കോൺഗ്രസ് ജേക്കബ്, പിന്നെ RSP, CMB, അവർക്കൊന്നും ഇനി അങ്ങോട്ട് ഭരണമില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് ചിന്തിച്ചുകൊണ്ട് പോകുന്നത്, അവരെപ്പോഴും ഈ കോൺഗ്രസിനകത്ത് ഈ ആർത്തി മൂത്ത് നിൽക്കുന്ന കുറേ പടുകിഴവന്മാരുണ്ടല്ലോ, കടൽക്കിഴവന്മാരെന്ന് പറയാം, അതായത് പടക്കിഴവന്മാരെന്നും ഒക്കെ വേണേൽ പറയാം. കുറേ ഉണ്ണാക്കന്മാരാണ് ഈ കോൺഗ്രസിനകത്തുള്ളത്. അവർ നേതൃത്വം അങ്ങോട്ട് കൈമാറത്തില്ലെന്നുള്ളതാണ്. നമുക്കറിയാം, KV തോമസ് എന്ന് പറയുന്ന പുങ്കവൻ എത്ര കാലമായി നിയമസഭയിലുണ്ടായിരുന്നു, പിന്നെ പാർലമെൻറ്റിലുണ്ടായിരുന്നു, മന്ത്രി പുങ്കവനായിട്ടൊക്കെ ഇരുന്നു. അതും പോരാഞ്ഞിട്ട് ഈ എണ്ണി കുറയുന്ന ഇതായുസ്സും മണ്ടി മണ്ടി കരേറുന്നു മോഹവും എന്ന് പൂന്താനം എഴുതിയത് ഈ കോൺഗ്രസിലെ പടുകിഴവന്മാരെ കണ്ടിട്ടാണെന്ന് തോന്നിപ്പോകുന്നു. അവർക്ക് ആർത്തി അടങ്ങത്തില്ല. ആർത്തി മൂത്ത് ഭ്രാന്താകുക വരെ ചെയ്യുന്നുണ്ട്. അത് കിട്ടാതെ വരുമ്പോൾ നേരെ അടുത്ത പാർട്ടിയിലേക്ക് പോവുക. അങ്ങനെയാണ് KV തോമസ് എന്ന് പറയുന്ന ഒരു മഹാൻ ഡൽഹിയിൽ ഇരുന്ന് ലക്ഷക്കണക്കിന് ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. പെൻഷൻ വേറെ, കോളേജ് അധ്യാപകനായിരുന്നതിൻ്റെ പെൻഷന്, MLA ആയിരുന്നതിൻ്റെ പെൻഷന്, MP ആയിരുന്നതിൻ്റെ പെൻഷന്, പിന്നെ കാരണഭൂതൻ കൊടുക്കുന്ന വലിയൊരു തുക. നമ്മുടെ CPM സുധാകരൻ ചോദിച്ചതുപോലെ ഇയാൾ ഇതെന്നെല്ലാം കൊണ്ടുപോയി എവിടെ പുഴുങ്ങി തിന്നുകയാണോ എന്ന് നമുക്കും ചോദിക്കേണ്ടി വരും. അപ്പോൾ ഈ കടൽക്കിഴവന്മാരെ എല്ലാം തന്നെ ആയിരിക്കും കോൺഗ്രസ് വീണ്ടും ഇറക്കാൻ പോകുന്നത്. CPM നമ്മൾ കാണേണ്ട ഒരു കാര്യം, പിണറായി വിജയനെയാണ് അമരത്തേക്ക് കൊണ്ടുവരുന്നതെങ്കിലും അവരെപ്പോഴും പുതിയ നിരയായിരിക്കും അങ്ങോട്ട് എടുത്തു വയ്ക്കുന്നത്. യുവരക്തത്തെ ആയിരിക്കും മത്സരിക്കാൻ ഇറക്കുക. ഇപ്പോൾ 2021 തന്നെ നോക്കുക, അവിടെ എല്ലാം കൊണ്ടുവന്നത്. ഇപ്പം തിരുവനന്തപുരത്തെ മേയർ തന്നെ നോക്കേ, ഈ ആള് എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നതും പിന്നെ പോക്കണം കേടൊക്കെയാണ് കാണിക്കുന്നതെങ്കിലും ഒരു യുവരക്തം തന്നെയാണല്ലോ. അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് പിന്നെ ഒരു ബോധമില്ലാത്ത ഒരു മേയറായി പോയല്ലോ എന്നുള്ളതിൽ തിരുവനന്തപുരത്തുകാരെയൊക്കെ വളരെ വിഷമിക്കുന്നുണ്ട്. പക്ഷേ CPM കണ്ടെത്തിയത് യുവരക്തം തന്നെയാണ്.
പിൻസീറ്റിൽ ഇരുന്നുള്ള ഡ്രൈവിങ് അതൊക്കെ ഉണ്ടാകാം, അതൊക്കെ നടക്കട്ടെ. ഇപ്പം കോൺഗ്രസ് പിന്നെ എന്താ ചെയ്തത്? മൻമോഹൻ സിംഗിനെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തിയിട്ട് സോണിയ അമ്മച്ചി ആ പെമ്പറന്നവരല്ലേ ഇരുന്ന് ഡ്രൈവിങ് നടത്തിയത്? അതുപോലെയൊക്കെ CPM-നകത്തും ഉണ്ട്. തിരുവനന്തപുരത്ത് മേയർ സ്ഥാനത്തിലും അത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതുപോലെ 2021 മന്ത്രി സ്ഥാനങ്ങളിൽ നോക്കുക. തോമസ് ഐസക്കിനെയും സുധാകരനെയും ശൈലജയെയും ഒക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയില്ലേ? EP ജയരാജനെ ഒക്കെ മാറ്റി നിർത്തിയല്ലോ. കൊണ്ടുവന്നതൊക്കെ യുവരക്തമല്ലേ? ഇതൊക്കെ പിണറായിക്ക് അനുകൂലമായിട്ട് വേണ്ടിയായിരുന്നു എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷെ എന്നാലും യുവരക്തത്തെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. കോൺഗ്രസിനകത്ത് ഈ കടൽക്കിഴവന്മാർ കട്ടിലൊഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ പാർട്ടി ഗുണം പിടിക്കാതെ പോയതും. അതുകൊണ്ടാണ് ഇവരെ കൊണ്ടങ്ങ് നിരത്തുക. ഇനി ഇത് പിന്നെ ഇവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. UDF-ന് ഈ സാമ്പത്തിക പരാധീനത അതിൻ്റെ അങ്ങേയറ്റം വരെ എത്തുക എന്നുള്ളതാണ്. ഇപ്പം നോക്കുക, CPM-ൻ്റെ ഡൽഹിയിലെ AKG ഭവനിലെ കറണ്ട് ചാർജ് അടയ്ക്കുന്നത് നമ്മുടെ കാരണഭൂതൻ ഇവിടുന്ന് എന്തെങ്കിലും കൊടുക്കണം. MAV ഈ തോളത്ത് സഞ്ചിയും തൂക്കി വിമാനം കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, വലിയ സാംസ്കാരിക പുങ്കവനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിണറായി വിജയൻ കൊടുക്കുന്ന പൈസ കൊണ്ടല്ലേ ഡൽഹി പോയിരുന്ന് കേരള ഹൗസിലിരുന്ന് കഞ്ഞിയും പയറും മോന്തുന്നത്. അതുപോലെ പിന്നെ കോൺഗ്രസ്സുകാർക്ക് ഇവിടെ കാശിന് വകയില്ലാതെ ഇരിക്കുകയാണ്. പിച്ചച്ചട്ടി എടുക്കുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. പിന്നെ ഭരണമില്ലെങ്കിൽ ഈ സാമ്പത്തിക പരാധീനത കൂടാതെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് മുസ്ലിം ലീഗിന് മാത്രമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജന്മനാ തന്നെ ആസ്തിയുള്ളവരാണ്. കിട്ടുന്നതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അവരുടെ ആ ഒരു പ്രത്യേക വിഭാഗമായി തന്നെ നിന്നുകൊണ്ട് അവർ കാര്യങ്ങളെല്ലാം സ്വരൂപിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 2026 ഭരണം കിട്ടിയില്ലെങ്കിൽ UDF-നെ കോൺഗ്രസ്സുകാരെ എടുത്ത് ചവിട്ടി കൂട്ടി എടുത്ത് കളഞ്ഞിട്ട് ലീഗിൻ്റെ വഴിക്ക് പോകും. പിന്നെ ഈ കടൽക്കിഴവന്മാരെ ചുമക്കുന്ന കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് 8 നിലയിൽ ഇവിടെ തകർന്നടിയുന്നതാണ്. കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ്റെ തന്നെ നോക്കുക. മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന പടുകിഴവനെ അല്ലേ എടുത്തു വച്ചിരിക്കുന്നത്. ശശി തരൂർ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി എല്ലാവരും കച്ചകെട്ടി ഇറങ്ങിയല്ലോ. ശശി തരൂരിനെ പാർട്ടിയുടെ അധ്യക്ഷനായി കൊണ്ടുവന്നിരുന്നുവെങ്കിൽ അതിൻ്റെ ഗുണമുണ്ടാകത്തില്ലായിരുന്നു. അപ്പോൾ പോരാ, ഇവർക്ക് പിന്നെ ഒരു കുശിനിക്കാരനെ ആയിരുന്നു വേണ്ടത്, ഒരു അടുക്കളക്കാരനെ ആയിരുന്നു വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് മല്ലികാർജുൻ ഖാർഗെ എന്ന പടുകിഴവനെ കൊണ്ടുവന്ന് കടൽക്കിഴവനെ കൊണ്ടുവന്ന് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിരുത്തിയത്. ഇത് തന്നെയാണ് ഇവരൊക്കെ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോ, കോൺഗ്രസ്സിൽ 2026 മുല്ലപ്പള്ളിയെ ഇറക്കും, സുധീരനെ ഇറക്കും, ശക്തൻ നാടാരെ ഇറക്കും. നാടാർ വിഭാഗത്തിലുള്ള വോട്ട് പിടിക്കുന്നതിന് വേണ്ടി വർക്കല കഹാർ, പിന്നെ MA വാഹിദ്, പാലോട് രവി, ഇവരെയൊക്കെ ഇറക്കും. പാലോട് രവിയൊക്കെ പിന്നെ സകലതും കോൺഗ്രസ് മുഴുവൻ അതിൻ്റെ വോട്ട് മുഴുവൻ കളയാൻ വേണ്ടി ജന്മം കൊണ്ടിട്ടുള്ള ആളാണ് ഈ പാലോട് രവിയും വാഹീദും എന്നൊക്കെ പറയുന്നത്, വർക്കല കഹാർ ആയാലും ഒക്കെ. അപ്പോൾ എന്തായാലും ഈ കടൽക്കിഴവന്മാർ വീണ്ടും രംഗപ്രവേശം ചെയ്യുമ്പോൾ കോൺഗ്രസ് 8 നിലയിൽ പൊട്ടുകയും ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്.